ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ? അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി നല്ല ടേസ്റ്റിലുള്ള ഫിഷ് കറിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ട്രാവൽ ആക്കുമ്പോൾ ലഞ്ചിന് പിന്നെ ഡിന്നറിനൊക്കെ ഹോട്ടൽ പിന്നെ റെസ്റ്റോറൻറ്റിൽ കയറി ചിലപ്പോൾ റൈസ് പിന്നെ ഫിഷ് കറിയൊക്കെ ഓർഡർ ആക്കുമല്ലോ. അവിടുത്തെ ഫിഷ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതേപോലെ വീട്ടിൽ തന്നെ ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ റെസിപ്പി സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഇട്ട് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള ഓനിയനിൻ്റെ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു 5 മിനിറ്റ് വരെ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതിൽ തന്നെ ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് പുളിവെള്ളം ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കറിയിലേക്ക് എത്ര പുളിൻ്റെ ആവശ്യമുണ്ടോ അത്ര പുളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ച മണമൊന്ന് മാറുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2 മീഡിയം സൈസുള്ള ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ മൂടി കവറാക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് വരെ നല്ലപോലെ കുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ഗ്ലാസ് എത്ര വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഈ കറീൻ്റെ ഒരു കൺസിസ്റ്റൻസി എത്ര വേണോ അത്ര വെള്ളമൊന്നും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതാ നല്ല നാടൻ ഫ്രഷ് ഫിഷ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് ഫിഷ് വേണോ അത് ഇട്ട് കൊടുക്കാം. വലിയ മീനും ഇട്ട് കൊടുക്കാം. സീ ഫിഷ് പിന്നെ മത്തി അയില ഐക്കുറ ഏത് ഫിഷ് ആയെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇട്ട് കൊടുത്തിട്ട് ഒരു കയ്യിലല്ല കേട്ടോ, സ്പൂണിലല്ല കേട്ടോ, നമ്മൾ നോർമൽ മിക്സ് ചെയ്യുമ്പോൾ സ്പൂണിൽ മിക്സ് ചെയ്യുമല്ലോ. ഞാൻ കാണിക്കുന്ന പോലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ലിഡൊന്ന് കവറാക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനുള്ളത് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഫസ്റ്റ് പൊടികൾ ചേർക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അത്ര ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇത് റെക്കോർഡായിട്ടുണ്ടായിട്ടില്ല, അതിന് വേണ്ടിയിട്ട് സോറി കേട്ടോ. ഇതൊന്നും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ പാലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതേ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മൂടി കവറാക്കി കൊടുത്തിട്ട് ഒരു 5 to 6 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതൊന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കാനെ വരെ വേറെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അത്ര ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ജീരക ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2 ചുവന്നമുളക് ഏത് ചുവന്നമുളകുണ്ട് അതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഇവിടെ 1 ടീസ്പൂൺ ഫിഷ് കറി മസാല ആണ് ഇട്ട് കൊടുക്കേണ്ടത്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കറി. ബട്ട് എനിക്ക് അത് കിട്ടിയില്ല. അതിന് വേണ്ടിയിട്ട് അത് ഇല്ലെങ്കിൽ പിന്നെ നല്ല കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇതൊന്ന് 1 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ആക്കാം. എന്നിട്ട് ഇതൊന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പിന്നെ ഹോട്ടൽ സ്റ്റൈലിലുള്ള അടിപൊളി ഫിഷ് കറി റെഡിയായി. മസ്റ്റ് ട്രൈ ആക്കാം. പിന്നെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തെങ്കിൽ എല്ലാവർക്കും ഉറപ്പായിട്ടും നല്ല ഇഷ്ടപ്പെടും. ഐ ഹോപ്പ് ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.